A right triangle ABC with the sides 5 cm, 12 cm and 13 cm is revolved about the side 12 cm. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഒരു റൈറ്റ് ട്രയാങ്കിൾ ABC അല്ലേ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. 5 cm, 12 cm and 13 cm is revolved about the side 12 cm. റിവോൾവ് ചെയ്യുക എന്ന് വെച്ചാൽ റോൾ റൗണ്ട് ഓൺ ആൻ ആക്സിസ്. അതായത് 12നെ നമ്മൾ ആക്സിസ് ആക്കി വെച്ചുകൊണ്ട് ഇതിനെ നമ്മൾ റൗണ്ട് ചെയ്യുക. അപ്പൊ എങ്ങനെ വരുവാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. അപ്പൊ ഞാനിവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ABC വരച്ചു. ABC. This is 5 cm. This is 12 cm. And this is 13 cm. അപ്പോൾ ഈ 12 സെന്റിമീറ്റർ ഉള്ള സൈഡ് വെച്ചിട്ടാണ് റിവോൾവ് ചെയ്യുന്നത് അല്ലേ. അതായത് ഈ AB എന്ന് പറയുന്നതിനെ ഒരു ആക്സിസ് ആയിട്ട് എടുത്തുകൊണ്ട് ഇതിനെ നമ്മൾ റൗണ്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഈ ട്രയാങ്കിളിനെ ഇങ്ങനെ റൗണ്ട് ചെയ്താൽ ഇത് ഏത് ഷേപ്പിൽ വരും? ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരും. കണ്ടല്ലോ, ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്നിട്ട് ഇത് എന്ത് ചെയ്യും? ഇങ്ങനെ വരും. കണ്ടല്ലോ, ഇത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ നേരെ ഇങ്ങനെ കറങ്ങി എന്ത് ചെയ്യും? ഈ ഒരു സൈഡ് കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ വരും. അതായത് സെന്റർ എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും. ഈ 12 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഈ സൈഡ് ആണ് ഇതിന്റെ സെന്ററിൽ വരുന്നത്. അതായത് ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു പോയിന്റ് ABയുടെ ഈ ഒരു പോയിന്റ് ഇവിടെ തന്നെ നിൽക്കും. നമ്മൾ ഇതിനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരും, റിവോൾവ് ചെയ്യും. ഇതിനെയാണ് റിവോൾവ് ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഈ AB സൈഡ് ആക്കിക്കൊണ്ട് ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിനെ നമ്മൾ ഇങ്ങനെ റിവോൾവ് ചെയ്താൽ നമുക്കിവിടെ എന്ത് ചെയ്തു? ഒരു സോളിഡ് നമുക്ക് ഇവിടെ കിട്ടി. അതായത് ഒരു കോണിന്റെ ഷേപ്പ് നമുക്ക് ഇവിടെ കിട്ടി അല്ലേ. ഫൈൻഡ് ദ വോളിയം ഓഫ് ദി സോളിഡ് സോ ഒബ്റ്റൈൻഡ്. ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഈ സോളിഡിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ AB ആക്സിസ് ആക്കിക്കൊണ്ട് നമ്മൾ ഈ റൈറ്റ് ട്രയാങ്കിളിനെ റിവോൾവ് ചെയ്തപ്പോൾ നമുക്കിവിടെ കിട്ടിയ സോളിഡ് ഷേപ്പ് ഏതാണ്? കോണിന്റെ ഷേപ്പാണ്. ഇതിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്തെഴുതാം? On revolving the right angled triangle ABC about the side AB, we get a right circular cone whose radius R is equal to, radius ഇവിടെ എത്രയാണ്? 5 cm and height is equal to 12 cm. ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Therefore, volume of the solid so obtained is equal to 1/3 pi r square h is equal to 1/3 into pi is 22/7 into r. r എത്രയാണ് ഇവിടെ? 5. അപ്പോൾ r സ്ക്വയർ ആണ്. 5 into 5 into h. h is 12. ഇവിടെ നമുക്ക് 3യും 12ഉം കൂടെ കട്ട് ചെയ്താൽ 4 വരും. ഇനി നമുക്ക് ഇവിടെ ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതിനെല്ലാം കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 5s are 25. 25 into 4 is 100. 100 into 22 is 2200/7. അപ്പോൾ 2200/7. 7 3s are 21. 10 1 7 3 0 28 2 point 2 14 6 0
856. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് വാല്യൂ എന്ത് എഴുതാം? 314.28 വോളിയം ആണ്. സോ സെന്റിമീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ സോളിഡിന്റെ വോളിയം എന്ന് പറയുന്നത് 314.28 സെന്റിമീറ്റർ ക്യൂബ് ആണ്. Hence, the volume of the solid so obtained is 314.28 centimeter cube. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് ദ ട്രയാങ്കിൾ ABC in the question 7 is revolved about the side 5 centimeter, then find the volume of the solid so obtained. അപ്പോൾ നേരത്തെ നമ്മൾ 12 സെന്റിമീറ്റർ വെച്ചുകൊണ്ടായിരുന്നു റിവോൾവ് ചെയ്തത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സൈഡ് 5 സെന്റിമീറ്റർ റിവോൾവ് ചെയ്യണം അല്ലേ? റിവോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിനെ എങ്ങനെ വരയ്ക്കാം? ഇവിടെ വരുന്നത് 5 സെന്റിമീറ്റർ ആയിരിക്കണം. ഈ ട്രയാങ്കിൾ തിരിച്ചു വരും. ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ വരുന്നത് 12 സെന്റിമീറ്റർ, ദിസ് ഈസ് 5 സെന്റിമീറ്റർ ആൻഡ് ദിസ് ഈസ് 13 സെന്റിമീറ്റർ. അപ്പോൾ 5 സെന്റിമീറ്റർ വരുന്ന സൈഡ് ഏതായിരുന്നു? CB. CB ഇത് A. അപ്പോൾ നമ്മുടെ ട്രയാങ്കിള് ഇങ്ങനെ വരും. അപ്പൊ ഇനി ഇതിനെ നമ്മൾ റിവോൾവ് ചെയ്താൽ, അതായത് CB സൈഡ് വെച്ചുകൊണ്ട് ഇത് ഇവിടെ തന്നെ നിൽക്കും. ഈ ഒരു ഇതിനെ നമ്മൾ ഇങ്ങനെ കറക്കിക്കൊണ്ട് വരും. CB എപ്പോഴും സെന്റർ ആയിട്ട് തന്നെ നിൽക്കും. അങ്ങനെ വന്നാൽ ഇത് ഏത് ഷേപ്പിൽ നമുക്ക് കിട്ടും? ഇത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരും. ഉണ്ടല്ലോ, ഈ ഒരു ഷേപ്പില് നമുക്ക് കിട്ടും. ഇതും ഏത് ഷേപ്പിൽ തന്നെയാണ് വന്നത്? കോണിന്റെ ഷേപ്പിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി ഇതിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. ഓൺ റിവോൾവിംഗ് ദ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ABC about the side BC, we get a cone whose radius R is equal to, ഇവിടെ റേഡിയസ് എത്രയാണ്? ഇതാണ് ഇതിന്റെ റേഡിയസ് 12 സെന്റിമീറ്റർ. അതേപോലെ ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ഈസ് 5 സെന്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ ട്രയാങ്കിൾ ശരിക്കും നോക്കി വരയ്ക്കുക. സൈഡ് 5 സെന്റിമീറ്റർ ആയപ്പോൾ നമ്മുടെ ഹൈപ്പോട്ടനസ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, ഹൈപ്പോട്ടനസ് എപ്പോഴും 13 തന്നെ ആയിരിക്കും. മറ്റ് 2 സൈഡുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നത്. ഇനി വോളിയം ഓഫ് solid so obtained is equal to 1/3 pi r square h is equal to 1/3 into pi is 22/7 into r is 12, r square ആയതുകൊണ്ട് 12 into 12 into h is 5. ഇവിടെ നമുക്ക് 3ഉം ഒരു 12ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ നമുക്ക് 4 കിട്ടും. 12 into 5 60, 60 into 4 240, 240 into 22 0 8 4 0 8 4 0 8 12 5 5 2 8 0 divided by 7. 5280 divided by 7 ചെയ്താൽ 7 sevens are 49, 38 5 35 30 4 28 2. ഇനി ഇവിടെ പോയിന്റ് ഇട്ടിട്ട് 0 ഇടുന്നു. 22 14 6 68 56 is equal to 754.28 centimeter cube. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ കോണിന്റെ വോളിയം നമുക്ക് കിട്ടി 754.28 സെന്റിമീറ്റർ ക്യൂബ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഓൾസോ ദ റേഷ്യോ ഓഫ് ദി വോളിയൂംസ് ഓഫ് ദി ടു സോളിഡ്സ് ഒബ്റ്റൈൻഡ് ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 7 and 8. അപ്പൊ രണ്ടിന്റെയും കൂടെ വോളിയത്തിന്റെ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. റിക്വയർഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു, അപ്പൊ നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഈ ആൻസർ തമ്മിൽ റേഷ്യോ കണ്ടുപിടിക്കാൻ പോയാൽ നമുക്ക് കുറച്ച് ടഫ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഈ ഫസ്റ്റ് കിട്ടിയ വോളിയത്തിനെ നമുക്ക് V1 എന്ന് നമുക്ക് എടുക്കാം. ഈ വോളിയത്തിനെ നമുക്ക് V1 എന്ന് എടുക്കാം. അതായത് 7th ക്വസ്റ്റ്യനിലെ നമ്മൾ V1 എന്ന് എടുക്കുന്നു, അടുത്ത ക്വസ്റ്റ്യനിലെ നമ്മൾ V2 എന്ന് എടുക്കുന്നു. അപ്പൊ റേഷ്യോ ഈസ് V1 ഈസ് ടു V2 ഈസ് ഈക്വൽ ടു V1ന്റെ ഞാൻ ഇവിടെ കണ്ടുപിടിച്ച ഈ വാല്യൂസ് എടുക്കുന്നില്ല. ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ വാല്യൂസ് ആണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഈ ഇക്വേഷൻ തന്നെ ഇങ്ങോട്ട് എഴുതുന്നു. 1/3 pi r square h is to 1/3 pi r square h. അപ്പൊ ആദ്യത്തെ വാല്യൂസ് ഒക്കെ എന്തായിരുന്നു? 1/3 പൈ ഞാൻ അതേപോലെ എഴുതുന്നു. ഇവിടുത്തെ ഫസ്റ്റ് വണ്ണിലെ റേഡിയസ് 5 ആയിരുന്നു, ഹൈറ്റ് 12 ആയിരുന്നു അല്ലേ? അപ്പൊ ഇത് 5 into 5 into 12 ഈസ് ടു ഇത് 1/3 പൈ ഇൻറ്റു ഇവിടെ 6 റേഡിയസ് 12 ആയിരുന്നു രണ്ടാമത്തേതില്, ഹൈറ്റ് 5 ആയിരുന്നു. അപ്പൊ ഇതിനെ നമുക്ക് റേഷ്യോയിലായതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1/3 into 5 into 5 into 12 divided by 1/3 pi into 12 into 12 into 5. ഇവിടെ നമുക്ക് 1/3 പൈയും 1/3 പൈയും കട്ട് ചെയ്യാം, ഈ ഒരു 5 കട്ട് ചെയ്യാം, ഈ ഒരു 12ഉം കട്ട് ചെയ്യാം. ബാക്കി എന്തുണ്ട്? 5/12. അപ്പൊ റേഷ്യോ എന്താണ്? 5:12. അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടിയ ആൻസർ വെച്ചിട്ട് നിങ്ങൾ റേഷ്യോ കണ്ടുപിടിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഭയങ്കര ടഫ് ആയിരിക്കും. 314.28ഉം 754.28ഉം ഇത് തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ പോയാൽ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ആൻസർ കിട്ടുന്നതിന് മുൻപുള്ള ഈ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് നിങ്ങൾ റേഷ്യോ കണ്ടുപിടിക്കുക. അപ്പം നിങ്ങൾക്ക് കട്ട് ചെയ്യാനുള്ളതൊക്കെ എളുപ്പത്തിൽ കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി നിങ്ങൾ ഇവിടെ V1 ഈസ് ടു V2 എന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എഴുതിയത് കേട്ടോ. നിങ്ങളിതാ ഈ ഒരു സ്റ്റെപ്പ് എഴുതിയാലും മതി. എന്നിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാനുള്ളത് ഈസി ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 7ഉം 8ഉം കഴിഞ്ഞു. ഇനി 9th ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.